ഇപ്പൊ ഒരെണ്ണം തന്നെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്താൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ എനിക്ക് വന്ന ചില സമയപരിമിതികൾ നിമിത്തം ഞാൻ പറഞ്ഞു സാറേ അവർക്കും ഇവർക്കും എല്ലാം കൂടി ചേർത്ത് എടുക്കുമ്പോൾ കുറച്ച് ഹിന്ദിയിലും പറഞ്ഞാൽ പോലെ 3 ക്ലാസ്സിൽ 2 ക്ലാസ്സായിട്ടൊന്നും എടുക്കാനായിട്ട് ചില നിർവാഹക്കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെയാക്കി. പക്ഷേ ഇപ്പോഴുള്ള തമാശ എന്ന് പറഞ്ഞാൽ നമ്മ ഹിന്ദി പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അവരെല്ലാം നല്ല ഒന്നാമരോട്ട് മലയാളം പഠിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ ഈ സുഭാഷിതങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ല ഈ ഭൂമിയിൽ ഒരു കഥയിലും ഒരു പുസ്തകത്തിലും ഇത്രയും നല്ല ഉപദേശം നിങ്ങളില്ല. ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും ഒന്നും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ഇത്രയും വലിയ സോളമന്റെ ജ്ഞാനം, ദൈവത്തിന്റെ വചനം ആ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലുണ്ട്. അപ്പൊ ഞാൻ ഈ പാട്ടാണ് പോകുമ്പോഴൊക്കെ ഈശ്വരനല്ലോ അങ്ങനെ രക്ഷകനും ഈശ്വരനല്ലോ ആശ്രയമെന്നോട്. എന്താണിത് മഴയിട്ട് നമുക്ക് ഇറങ്ങിപ്പോയോ ഒന്ന് പാടി. ഈശ്വരനല്ലോ രക്ഷകനും ഈശ്വരനല്ലോ ആശ്രയമെന്നോട് ശ്വാസം ഹൃദയാശ്വാസം. ഈ ശ്വാസം ഒന്നും നിലച്ചു പോയില്ലേ കഥ അല്ലേ അറിയും. അതൊന്ന് പോയാൽ പോയി. പ്രൈസല്ലോ. ഇപ്പൊ ചളിക്കോടത്ത് മേലോടെ ദിന്യ ജംഗ്ഷന്റെ അവിടെ 11 മണി തൊട്ട് 12 മണി വരെ ഒരു മൃതദേഹം എല്ലൂരോട്ട് കൊണ്ടുപോകുന്ന വഴി വെക്കുന്നുണ്ട്. എന്നെക്കാൾ 1 വയസ്സ് ഇളയതാണ്. ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. 50 വയസ്സേ ഉള്ളൂ. അപ്പൊ ജോലി പറയുന്നതാണ് കൊച്ചു പിള്ളേരൊക്കെ ഇടുന്നതാണ്. കൊച്ചുങ്ങളെ കൂടി ഡാൻസ് കളിക്കുന്ന ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ മരണം വന്ന് വിളിക്കുമ്പോ ഇത് വല്ലതും വന്നിട്ട് കാര്യമില്ല, പോയേ പറ്റും. ഒന്ന് കുഴഞ്ഞു വീണെന്ന് പറഞ്ഞ് എന്നാൽ സമയമായി. അപ്പൊ ആ ദിന്യ ജംഗ്ഷന്റെ അവിടെ ആദർശോദ്യമായിട്ട് അവിടെയുള്ള അവരുടെ ഫ്രണ്ട്സിനും ആൾക്കാർക്കും കാണാൻ വേണ്ടി അവിടെ വെച്ചിട്ട് എരൂരുള്ള വസതിയിലേക്ക് കൊണ്ടുപോകും. 11 മണി തൊട്ട് 12 മണി വരെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആയുധപാണികളായ വഴിയിൽ വൈരികളെ നിന്നാലും ആയുധപാണികളായ വഴിയിൽ വൈരികളെ നിന്നാലും അണുവും പേടി എനിക്കില്ല. അണുവും പേടി എന്ന് പറഞ്ഞാൽ ഒട്ടും പേടിയില്ല. പക്ഷെ ഇപ്പൊ ഇരിപ്പ് കണ്ടിട്ട് എന്തൊക്കെയോ പേടിച്ച് ഭയന്ന് ഇരിക്കുന്ന പോലെയാണ്. പ്രൈസല്ലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒന്നിനെയും ആരെയും നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവിന്റെ ബൈബിളിലുടനീളമുള്ള സന്ദേശം, അതിന്റെ കാതലായ സന്ദേശം എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട്. അതെല്ലാവർക്കും അറിയാലോ. പ്രൈസല്ലോ. പരിപാടി വേഗം നിർത്തണം. ഹല്ലേലൂയ. എല്ലാം അറിയാം, പക്ഷെ വല്ലാറുമാണ് മാത്രം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മാറാൻ പാടില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആര് വിചാരിച്ചാലും ശരിയാകൂല. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ തന്നെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് അത് ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വചനം പിന്നെയും 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 പറഞ്ഞ് പ്രാർത്ഥിച്ച് അത്ഭുതം നടക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കഴിഞ്ഞ ദിവസം ഞാൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് 3 വചനങ്ങൾ. ഫിലിപ്പിയർ, അതിലൊരു വചനം ഫിലിപ്പിയർ 4:13. എന്നെ ശക്തരാക്കുന്നവരുടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടപ്പോ ഉടനെ കമന്റ് പറഞ്ഞു, കടക്കാരൻ പേടിച്ചിരിക്കുന്ന സമയത്താണ്, എന്ത് ചെയ്യുന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ബ്രദർ ഈ വചനം പോസ്റ്റ് ചെയ്തത്. അപ്പോ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏത് കാര്യത്തിനായാലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. 50 ലക്ഷം രൂപ കൈവായ്പ കൊടുത്തിട്ട് സ്വന്തം കൂടപ്പറപ്പ് പേടിക്കണ കാണണ്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് വെറുപ്പും വാശിയും വൈരാഗ്യം കൂടി. അപ്പൊ അവര് പറഞ്ഞു, അനാഥമന്ദിരത്തിൽ കൊടുത്താലും നിങ്ങൾക്ക് തരൂല, എന്നാ മേടിക്കണ കാണട്ടെന്ന് പറയും. ഒരു വന്ന് വചനം കേൾക്കാൻ തുടങ്ങി. ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഇത്രയും നാൾ ചോദിച്ചിട്ടും കിട്ടാത്ത എന്ത് തെളിവാണ് ഉള്ളത് എന്ന് ചോദിച്ച പൈസ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഹല്ലേലൂയ. അതാണ് വചനത്തിന്റെ ശക്തി. ദൈവവചനത്തിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. ആയുധപാണികളായ വഴിയിൽ വൈരികളെ നിന്നാലും ആയുധപാണികളായ
അണുവും പേടിയെനിക്കില്ലെന്റെ ആശ്രയമല്ലോ ദൈവം. ഈശ്വരനല്ലോ രക്ഷകരൻ മനനൗകനയിക്കു നാഥൻ. എന്നെ വണ്ടി ഇടിച്ച് കുറെ വർഷം മുമ്പ് കാലൊടിഞ്ഞ് ഞാൻ ജനൽക്കേ കൂടെ ജോലി ഒറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റടിക്കാമെന്ന് പറയുമ്പോൾ വിചാരിക്കും മൈതാനമാണ്, ഒന്നുമില്ല കേട്ടോ. ആകെ ഒരു ചെറിയ സ്ഥലം അവിടെയുണ്ട്, ആകെ 5 സെന്റ്. അതിൽ 4 സെന്റും വീടാണ്. അതിന്റെ ബാക്കി ടാങ്കും അതും ഇതെല്ലാം കഴിഞ്ഞിട്ട് 1/2 സെന്റ് 1/4 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ അവളിങ്ങനെ അവിടെ അടിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. മോൻ മുയലിന് മുല്ല് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ മടിയൻ മലഞ്ഞപ്പോ എന്ന് പറഞ്ഞ പോലെ അവന്റെ 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്തുകൊണ്ട് അവനിങ്ങനെ പുല്ല് ചുരുട്ടി റോളാക്കിയിട്ട് എല്ലാം കൂടി സൈക്കിളിന് ഇങ്ങനെ ഒരു കൈ വെച്ച് സൈക്കിള് ചവിട്ടി ഈ കഷത്തിൽ വെച്ചിട്ട് പെട്ടെന്നൊന്നും പുല്ല് വലിക്കാൻ പറയരുത്, പിള്ളേരങ്ങനെ ചില സമയത്ത്. പക്ഷേ പുല്ല് കൊണ്ടുവന്ന് ദേ കിടക്കണം പറഞ്ഞ് അവിടെ ഇട്ടപ്പോ നോക്കുമ്പോ ഒരണലിപ്പാമ്പ് അതിൻ്റെ കിടക്കുന്നത് ഓടിപ്പോണേ. അണലിപ്പാമ്പിനെ ഇങ്ങനെ ചുരുട്ടി വെച്ച് കൊണ്ടുവന്നത്. പകല് ഇതിന് കണ്ണു കണ്ടുകൂടാ, രാത്രി ആണെങ്കിൽ 8ന്റെ പടി കെട്ടിയാണ്. ഇനി പകലായാലും കടിച്ച പട്ടി കടിക്കണ പോലെ കിട്ടണടുത്തൊക്കെ കടിച്ചിരിക്കും. പക്ഷേ ദൈവത്തിന്റെ ജോളി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് റോക്കറ്റ് പോണ പോലെ പാമ്പിനെ ഓല കൊണ്ടുണ്ടാക്കിയിട്ട് കാണിച്ചിട്ടും പാമ്പ് എന്റെ അമ്മ എന്ന് പറഞ്ഞ് എങ്ങനെ പോകുന്നത് കാണില്ല. ചൂല് വലിച്ചെറിഞ്ഞ് ഏതിലേ പോയെന്ന് അറിയില്ല, ജോളി പോയ വഴി കാണാനില്ല. പക്ഷേ അവൻ അതെല്ലാം കൈകാര്യം ചെയ്തു. അപ്പൊ അപ്പനായ ഞാൻ ഇതാ മുടന്തനായിട്ട് പ്ലാസ്റ്റർ ഇട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ജനൽക്കെ കൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാവുന്ന യോഗമുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. കുഞ്ഞുമോൻ ബ്രദർ പറഞ്ഞൊരു കാര്യം ഓർക്കണേണ്. കുഞ്ഞുമോൻ ബ്രദറിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചതിന് പ്രത്യേകം നന്ദി. ഹാർട്ടിന് ഇതായിരുന്നു. മേഴ്സി ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, മേഴ്സി ചേച്ചി വീട്ടിൽ തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണം. അതിനെല്ലാം ഓർത്ത് ഈശോയ്ക്ക് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പരിധികൾക്കുള്ളിൽ തന്നെ പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പല കാര്യം. കുഞ്ഞുമോൻ ബ്രദർ നെഞ്ചിന് റിപ്പോർട്ട് അപകടം പറ്റി തളർന്നിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ കുഞ്ഞുമോൻ ബ്രദറിന്റെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് അമ്മ സ്റ്റെയർ കേസ് വീണ് കാലക്കൊടിഞ്ഞ് ഇതായിട്ട് കിടക്കണേ. എന്തൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അമ്മ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കണേണ്. പക്ഷേ വീൽ ചെയറിലിരിക്കുന്ന നെഞ്ചിന് റിപ്പോർട്ട് തളർന്ന കൈയും തലയും മാത്രം വർത്തി. ബ്രദറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? കരഞ്ഞ് ആളെ വിളിച്ചു കൂട്ടാനല്ലാതെ വേറെ ഒന്നും പറ്റത്തില്ല. പക്ഷെ ബ്രദർ പറഞ്ഞ് സ്വന്തം പുത്രന്റെ ശരീരം മടിയിലേക്ക് ഇറക്കി കിടത്തിയപ്പോ മാതാവ് അനുഭവിച്ച ആ വേദന, സ്വന്തം അമ്മ വീണ് കിടക്കുമ്പോ ഇതാ ആ വേദനയുടെ ഒരു അംശം ഇതുപോലെ കരഞ്ഞ് ആളെ കൂട്ടി അവരെന്താ ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് നോക്കിയിരിക്കാനും അന്വേഷിക്കാനും മാത്രം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ പല വിധത്തില് പരീക്ഷണങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഓർത്തോ, പുറപ്പാട് 20:24, എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്ത് എല്ലാം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ബോധ്യമുള്ളവര് വലതുകരം ഉയർത്തി പറയട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത്രയും മഴയായിട്ടും ഇത്രയും പ്രതികൂലമായിട്ടും നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ വന്നത്. ഇനി 5 ദിവസം കൂടി മഴയുണ്ടെന്നാണ് കാലാവസ്ഥ പ്രവചനം. ഹല്ലേലൂയ. യേശു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ശക്തമായ മഴയാണ്. ഒന്നും അറിയുന്നില്ല. ഞാനത്തെ പത്രത്തിൽ വായിച്ച ആലങ്ങാട് 200 പേരെ മാറ്റി പാർപ്പിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതുപോലെ മാറ്റി പാർപ്പിക്കുന്നവരും ക്യാമ്പിലേക്ക് പോകുന്നവരും സ്വന്തം വീട്ടിൽ കിടക്കാൻ പറ്റാത്തവരും ചെല്ലമാനും കണ്ണമാലിയുടെ കുറെ പ്രദേശങ്ങൾ അവിടെയൊക്കെ കടലിറച്ച് കയറുന്നതും വീട്ടിലൂടെ ഒഴുകുന്നതും തളവാത രോഗിനെ എല്ലാവരും കൂടി പൊക്കിക്കൊണ്ടു പോകും. നമ്മളൊക്കെ വല്ലതും അറിയാൻ വേണ്ട. അതിനെ ദൈവത്തിന് നന്ദി പറയും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന, പിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോ
ജെറമ്യ പ്രവചനം 30-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചത്. ജെറമ്യ 30:2 പടപടാന്ന് വായിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുക. ഷൈജു ബ്രദർ പറഞ്ഞുകൊണ്ട് ആരും ചെയ്യണ്ട. അതുകൊണ്ട് ഇനിയൊക്കെ വരുമ്പോ ചെറിയൊരു പോക്കറ്റ്, എനിക്ക് കുറെ പോക്കറ്റ് ഉണ്ട്. ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ നമ്മള് ജീവിതകാലം മുഴുവൻ പഠിച്ചാലും ഇതൊന്നും തീരുമില്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊന്ന് കുറിച്ച് വെക്കും. അപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ ഒന്നും കൂടെ വായിക്കണം, അല്ലെങ്കിൽ അത് എവിടെയാണ് വചനം പഠിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തിലെഴുതണം? പുസ്തകത്തിൽ എഴുതണം. തൊണ്ടുകടലാസിൽ എഴുതി വെച്ചാൽ പോരാ. അത് കഴിയുമ്പോൾ അത് ചുറ്റിക്കൂട്ടി വിമാട്ടിലെ ബില്ല് കളയുന്നത് പോലെ ചുറ്റിക്കൂട്ടി കളയും. അങ്ങനെ കളയാനല്ല, അത് നിങ്ങൾ വചനം പുസ്തകത്തിൽ എഴുതി വെക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും കൂടെ വായിച്ചു വരാതെ തന്നെ വചനം കേൾക്കുക. അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഷൈജു ബ്രദറും ഭാര്യയും വീട്ടിൽ പോയിട്ട് എല്ലാം എഴുതി വെച്ചു. അങ്ങനെയാണ് പറഞ്ഞത്? അല്ല. ഹല്ലേലൂയ. ഇവിടെ വരുന്ന ഇനി ഇതുപോലെ സാധിക്കുന്നവരെല്ലാം സാധിക്കുന്ന രീതിയിൽ ഒന്ന് എഴുതി ഒരു ഡയറി അതിന് വേണ്ടി മാറ്റി വെച്ചാൽ നമ്മുടെ പിള്ളേരെ പാട്ട് പഠിക്കാൻ വേണ്ടി വിടുമ്പോഴേക്കും അവർക്ക് പാട്ട് പഠിക്കാനൊക്കെ വിട്ടിട്ടില്ലേ, പോകുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ഒരു പുസ്തകം കൊടുത്തു വിടും. എന്തിനാണ്? ആ പാട്ടൊക്കെ ആ വരികളൊക്കെ അതിനെന്തിനാ എഴുതി വെക്കണേന്ന് ചോദിക്കും. സരി 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 ഗമ സരി ഗമ പദനി സാനി 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 ദപ സാനി ദപ മഗരി സ ഓർക്കുമ്പോഴാണ് വീണ്ടും പഠിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ ടൈപ്പ്റൈറ്റർ പഠിക്കാൻ പോകുമ്പോൾ, ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ നമ്മൾ കുറച്ച് വെക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഇപ്പൊ വചനം കേൾക്കാൻ വരുമ്പോ എന്ത് വേണം? എന്തെങ്കിലും ഒരു ചെറിയ 10 രൂപ കൊടുത്താൽ കിട്ടും. ഒരു ഹാൻഡ് ബുക്കെങ്കിലും വെച്ചിട്ട് ആ വചനം ഒന്ന് എഴുതി വെക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി.